നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണി. അതിന് വേണ്ടിയിട്ട് 1 കിലോ കൊഞ്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കായലിലെ കൊഞ്ചാണ്, വലിപ്പമുള്ള കൊഞ്ചാണ്. അപ്പം ഞാനിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ കൊഞ്ചെല്ലാം നമ്മൾ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കൊഞ്ച് ക്ലീനാക്കി കഴിയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ഞരമ്പുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മളിവിടെ ഒന്ന് അകത്തി കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഞരമ്പുണ്ട്, അത് നമ്മൾ എടുത്ത് കളയണം. ഇതേപോലെ ഒരു ഞരമ്പുണ്ട്, അത് നമ്മളിത് ഇതേപോലെ ഒന്ന് വലിച്ചു കളയണം. കണ്ട, ഇതുപോലെ അതിൻ്റെ ഉളുമ്പാണ്, അത് നമ്മൾ മാറ്റി വയ്ക്കണം. അതിന് ശേഷം നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് തല എടുക്കണ്ട, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയണ്ട. നമുക്ക് തലയെല്ലാം കൂടെ ഒരു കറി വയ്ക്കാം. അപ്പോൾ ഈ പോർഷൻ മാത്രമേ നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയെല്ലാം അതേപോലെ ചെയ്തെടുക്കാം. നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ മുളകും മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം. അപ്പോൾ അത് പിടിച്ചു വരുന്നവരെ നമുക്ക് നന്നായിട്ട് പറ്റുമെന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിതെല്ലാം നന്നായിട്ട് പുരട്ടി മാറ്റി വെച്ച് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതെല്ലാം മറ്റ് ചേരുവകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മളെല്ലാം ഇതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസ് സവാള അത് ഈ ഓയിലിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഒത്തിരി അങ്ങ് മൂപ്പിച്ച് കളയണ്ട, അപ്പോൾ കറുത്ത് പോവും. ഇത് ഈ പരുവത്തിന് നമ്മൾ ഇതിനകത്തൊന്ന് കോരി മാറ്റണം. അതെല്ലാം നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ ഇതിന് വേണ്ട ഗ്രേവി നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കുന്ന നേരം കൊണ്ട് അരി വേവിക്കണം. അതിനുള്ള വെള്ളം കൂടെ നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. നമുക്കിത് വറയിലിട്ടതിന് ശേഷം അത് നമുക്ക് പറഞ്ഞു തരാം. ഒരു വലിയ കഷ്ണം കറുവപ്പട്ട ചെറുതാക്കി എടുത്തതാണ്, 6 ഏലയ്ക്ക, 10-12 കുരുമുളക്, 6 ഗ്രാമ്പു, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 4 സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഇവിടെ ഇരുന്ന് റെഡിയായി വരുന്ന നേരത്തെ നമുക്ക് നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു ചെറിയ പാൻ ഞാനിപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാനുള്ളതേ ഉള്ളൂ. സവോള വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 10-20 കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് അതും നമ്മൾ ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ഒരു വശം ചെറുതായി മൂത്ത് വന്നാൽ നമ്മൾ മറുവശം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറ്റ് ബിരിയാണികളൊക്കെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറുവശം കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം അവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളകിൻ്റെ എല്ലാം പച്ചക്കുത്ത് മാറിയ ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കണം. കൊഞ്ചെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, 2 വശവും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് മൂടി വെക്കുന്നത് കഴിക്കാം. അത് നമ്മുടെ മസാല എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് മസാല എല്ലാം ചേരുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ലേശം വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം പിടിച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അരി വേവിച്ചെടുക്കാം. അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കയും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 ചേർത്ത് കൊടുത്തത്. മസാല റൈസാണ്. നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം നന്നായി വറ്റി മാറിയതിന് ശേഷം നെയ്യിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അരിയെല്ലാം നമ്മൾ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്.
അത് അരി വെന്ത് വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അളന്ന് വെച്ച് തിളപ്പിച്ച വെള്ളമാണ്. ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഇതിലേക്ക് ഒരു നാരങ്ങ കൂടെ പിഴിഞ്ഞെടുത്ത് കൊടുക്കുക. നമ്മൾ അരിയിട്ട് വെള്ളവും ചേർത്തതിന് ശേഷം ഉപ്പ് മതിയൊന്ന് നോക്കണം. പോരെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് വെച്ച് വേണം വേവിക്കാനായിട്ട്. ഉപ്പെല്ലാം കറക്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റോളമായി. നമുക്ക് നോക്കാം, അരി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3/4 ഭാഗം വേവാകുമ്പോൾ വേവ് നിർത്തിയതിന് ശേഷം ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് ദം ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം വെന്ത് കിട്ടും. നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. നമ്മൾ ദം ചെയ്യാനായിട്ട് വെച്ച പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഗ്രേവി ഇട്ട് കൊടുക്കാം. ഗ്രേവി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. പരിപ്പും കിസ്മിസും മല്ലിയില, അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്ത് മല്ലിയില ഇട്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരു പോർഷൻ കൂടെ മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. വെച്ചിരിക്കുന്ന സവാള കിസ്മിസിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് വെച്ചിരുന്ന സവാള എല്ലാം നമ്മൾ മേളിലേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒത്തിരി ചൂട് വയ്ക്കരുത്, ലോ ഫ്ലെയിമിലാക്കി വേണം വെക്കാനായിട്ട്. 2 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാം ദം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ച് ബിരിയാണി ഇവിടെ റെഡിയായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ എന്താ ടേസ്റ്റ്, നല്ലൊരു വാസനയാണ് നമുക്കിപ്പം തുറന്നപ്പോൾ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു. ഇതോടൊപ്പം തന്നെ നമ്മൾ കൊഞ്ചിൻ്റെ തലയുണ്ടായിരുന്നു, അതും ഒരു കറി വയ്ക്കുന്നുണ്ട്. അതിപ്പുറത്ത് അടുപ്പത്തിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.